ഇന്നലെ ഹൈദരാബാദിലായിരുന്നു സ്റ്റേ. അവിടെ നിന്ന് രാവിലെ തന്നെ തിരിച്ചിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് കേട്ടോ തിരിച്ചത്. 8 മണിയായി ഇറങ്ങിയപ്പോഴേക്കും. അല്ലെങ്കിൽ നമ്മൾ 6, 6:30, 7 മണിക്കുള്ളിൽ എപ്പോഴും ഇറങ്ങാറുണ്ട്. ഇന്നിപ്പോൾ പതിയെ പതിയെ പോകാമെന്ന് കരുതി ഞാൻ വൈഫൈ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വൈഫൈ ഉണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോയാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ നിന്ന് അപ്ലോഡൊക്കെ ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴാണ് ലേറ്റായത്. അപ്പോഴേക്കും എന്തേ ആൻറ്റിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എണീറ്റപ്പോൾ ആൻറ്റിയും വിളിച്ചു. അപ്പോഴേക്കും ആൻറ്റി റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് ചെറിയ ഫുഡ് പോയ്സൺ അടിച്ചാട്ടോ. ഇന്നലെ കഴിച്ചത് എന്തോ ആണോ അതോ ആൻറ്റി അവിടെ 10-20 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ എന്താണെന്ന് അറിയില്ല. ആൻറ്റിക്ക് ചെറിയ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ സുന്ദരിയായിട്ടില്ലേ, നല്ലപോലെ മുടിയെല്ലാം കെട്ടി ഇറങ്ങിയിട്ടില്ലേ. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മിനിങ്ങന്ന് നമ്മൾ റോഡിൽ കിടന്നാണ് ഉറങ്ങിയത്. പിന്നെ ഫ്രഷ് ആവുമെന്ന് വെച്ചാൽ ഒന്ന് ബ്രഷ് ചെയ്തു ടോയ്ലറ്റിലൊക്കെ പോയി എല്ലാം ആ പമ്പിൽ വെച്ച് നടന്ന സംഭവമാണ്. പിന്നെ മുടിയൊന്നും കെട്ടാൻ വലിയത് തോന്നിയില്ല. കുളിക്കാൻ നനയ്ക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് മുടി കെട്ടണമെന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായില്ല. ഇന്നിപ്പോൾ റൂമൊക്കെ കെട്ടി നന്നായിട്ട് തേച്ച് കുളിച്ച് വന്നപ്പോൾ മുടിയെല്ലാം കെട്ടി സുന്ദരിയായിട്ട് ഇറങ്ങാമെന്ന് എഴുതി. അങ്ങനെ ഞാൻ മുടിയെല്ലാം നല്ല രീതിയിൽ കെട്ടി ഒരു കുഞ്ഞി പൊട്ടൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. നമ്മൾ കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കുമ്പോൾ നമ്മളത്തിൻ്റെ കെയർ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ നല്ലതായിട്ട് മുടി കെട്ടാൻ തോന്നും, നല്ലതായിട്ടൊന്ന് ഒരുങ്ങി നിൽക്കാനൊക്കെ തോന്നും. അല്ലാതെ കുളിക്കാതെ ഒരുങ്ങാൻ എനിക്ക് തോന്നത്തില്ല. അതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ ഇന്നലെ അങ്ങനെ ഒരു മുടിക്കെട്ടൊക്കെ അങ്ങനെ കെട്ടിയത്. ആർക്കും അത്രയ്ക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നാലും മുടി അങ്ങനെ തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ ഇവിടെ ഹൈദരാബാദിൽ അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് അതേ ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. രാത്രിയൊന്നും തണുപ്പേ ഉണ്ടായിരുന്നില്ല. AC ഒക്കെ ഇട്ടാണ് കിടന്നത്. അപ്പോൾ ചൂടുണ്ടായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ മറ്റേ റിംഗ് റോഡ് കയറി ഹൈദരാബാദ് ടൗൺ ടച്ച് ചെയ്യില്ല. അടുത്ത് നമ്മുടെ നാട്ടിലേക്കുള്ള റൂട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ നെഹ്റു റിംഗ് റോഡ് അതിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൽ കയറിയാൽ ഒരു 60 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. കടകളോ ഒന്നും ഉണ്ടാവില്ല. ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് എഴുതി വേണ്ട. ഈ റോഡ് കയറിയ 60 കിലോമീറ്റർ ഉണ്ടെങ്കിലും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ 1 മണിക്കൂറൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റോഡിലെത്തും. അതുകൊണ്ട് ഈ റോഡ് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്നൊക്കെ കരുതി ഈ റോഡ് ഇറങ്ങിയപ്പോഴേക്കും 9 മണിയൊക്കെ ആയി. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള സമയം. ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ എന്തോ സാധനം നമ്മുടെ മടക്ക് സാധനം പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിറയെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരെന്തോ ഒരു ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു. എന്തോ ഒരു പേരും ആ ബിസ്ക്കറ്റിന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാനത് ഓർക്കുന്നില്ല കേട്ടോ, എന്തോ പേര് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം വാങ്ങാൻ എഴുതി. കണ്ടിട്ട് ബിസ്ക്കറ്റ് മടക്ക സാധനം പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തായാലും അത് വാങ്ങാൻ എഴുതി. അപ്പോൾ ഇത് വെജും നോൺ വെജും കൂടെ ഉള്ള ഒരു ഹോട്ടലാണ്. രാവിലെ വെജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഞങ്ങൾ എന്തായാലും പൂരി പറഞ്ഞു. ആൻറ്റിക്കൊന്നും വേണ്ട, ആൻറ്റിക്ക് ബ്ലാക്ക് കോഫിയോ ബ്ലാക്ക് ടീയോ മതി. കാരണം ചെറിയൊരു ലൂസ് മോഷനൊക്കെ അടിച്ചിട്ട് ആൻറ്റിക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരിതാണ്. ഞങ്ങളെന്തായാലും ഞാനും ഏട്ടനും പൂരി പറഞ്ഞായിരുന്നേ. അപ്പോൾ ഒരു സെറ്റ് പൂരി എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ടാവും. ഏട്ടനും 2 എണ്ണം പറഞ്ഞു, ഞാനും 2 എണ്ണം. ഒരു സെറ്റിൽ 2 എണ്ണം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പൂരി മതി, ഏട്ടൻ 2 പൂരിയും എൻ്റെ ഒരു പൂരിയും എടുക്കുമ്പോൾ 3 പൂരിയാവും. അപ്പോൾ കറക്റ്റ് ആവില്ലേ? അത്യാവശ്യം വലുപ്പമുള്ള പൂരിയാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷേ പൂരി കുഴപ്പമുണ്ടായിരുന്നില്ല. കറികളൊന്നും എനിക്കിഷ്ടമായില്ല കേട്ടോ. എല്ലാത്തിലും ഒരു മധുരവും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഒരു ഇതുണ്ടായിരുന്നില്ല. സത്യം പറയാമല്ലോ, ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നോർത്തിൽ പോയപ്പോഴാണ് നല്ല ഫുഡ് കഴിച്ചത്. ഇങ്ങോട്ട് സൗത്തിൽ മോശം ഫുഡായിരുന്നു കേട്ടോ. സൗത്ത് മീൻസ് ഹൈദരാബാദിലൊക്കെ അത്ര നല്ല ഫുഡൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുമ്പോൾ എന്തിനാ കഴിച്ചിട്ട് കൊള്ളില്ല എന്ന് പറയുന്നത്? എന്തിനാണ് പറയുന്നത്? കൊള്ളാമെന്ന് നല്ല സാധനം കൊള്ളാമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, അതാരും കാണുന്നില്ലേ? അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിയായിരുന്നു, 2 ബിസ്ക്കറ്റ് വാങ്ങിയായിരുന്നു. ഞാൻ കഴിച്ചൊന്നും നോക്കിയില്ല, എങ്ങനെ ഉണ്ടായതുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഏട്ടനൊന്ന് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ടയർ പഞ്ചറായിപ്പോയി. അയ്യോ എന്ത് ചെയ്യും എന്നിങ്ങനെ ആകെ ടെൻഷനായപ്പോൾ നമ്മൾ ഈ പോരുന്ന വഴിക്കൊക്കെ നിറയെ ഇങ്ങനെ ടയർ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പമ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നൈട്രജൻ ആയതുകൊണ്ട് തീരെ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഈ ടയർ പഞ്ചർ ഒട്ടിക്കുന്ന കടയുണ്ട്. വലിയ ലോറിയുടെയൊക്കെ ടയർ പഞ്ചർ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നൈട്രജൻ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ നൈട്രജൻ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ അവർ നൈട്രജൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടയർ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ലോറിയുടെ ടയർ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ നമുക്കുള്ളത് ചെയ്തു തരത്തുള്ളേ. വെയിലെങ്കിലോ ഭീകര വെയിലെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കാൻ വയ്യാത്ത വെയിൽ. ഞാനും ആൻറ്റിയും കൂടി അവിടെ അവർ താമസിക്കുന്ന ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു, അവിടെ കയറിയിരുന്നു കേട്ടോ. അതെ, ഈ സാധനമാണ് നമ്മുടെ ടയറിൽ പൊത്ത് കയറിയത്. അങ്ങനെ അതിനെല്ലാം ഇളക്കി അവർ പഞ്ചർ ഒട്ടിച്ച് തന്നു. നൈട്രജൻ എയറും കൂടെ മിക്സ് ആണോ, ഇനി നൈട്രജൻ അല്ല എയർ മാത്രമാണോ എന്താണെന്നും അറിയത്തില്ല. എന്തായാലും അത്രയും കിട്ടിയത് ഭാഗ്യം തന്നെ. കാരണം നമ്മൾ ഇതും വെച്ചിട്ട് ഇവിടെ എങ്ങും ഇതുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടം വരെ പോവുമായിരുന്നു. എന്തായാലും നൈട്രജൻ എല്ലാം ഒട്ടിച്ചു. നമ്മുടെ 4 ടയറിനും ചെറിയ എയറൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ എയറെല്ലാം ചെക്ക് ചെയ്തു അടിച്ചിട്ടാണ് വീണ്ടും പതിയെ യാത്ര തിരിച്ചത്. എൻ്റെ അമ്മ വെയിൽ സമ്മതിക്കണം കേട്ടോ. ഈ വെയിലത്ത് അവർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ നമ്മുടെ നാട്ടിലുള്ള വെയിലിനെ കാട്ടി 2 ഇരട്ടി വെയിൽ കൂടുതലാണെന്ന് തോന്നുന്നു. ചൂടും ഭയങ്കര ചൂട്. രാത്രി ആയാലും ഭയങ്കര തണുപ്പ്. അത് അങ്ങോട്ടൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ രാത്രി ആയാലും വലിയ തണുപ്പൊന്നുമില്ല.
അപ്പോൾ നമ്മുടെ സൗത്ത് കയറിയപ്പോൾ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നോർത്തിൽ വൈകുന്നേരം തണുപ്പുണ്ട്, പകൽ ഭയങ്കര ചൂടുണ്ട്. എന്തായാലും ദൈവാനുഗ്രഹം പോലെ നമുക്ക് ടയർ പഞ്ചറൊട്ടിക്കാൻ അടുത്തൊരു കടയുണ്ടായി. പക്ഷെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നിറയെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിപ്പോൾ നമ്മൾ ടയർ പഞ്ചറായി ഉടനെ തന്നെ കാണണമെന്നില്ല. പക്ഷേ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ഉടനെ തന്നെ കണ്ടു കേട്ടോ. അടുത്ത് നമ്മൾ ആൻറ്റി വാങ്ങി വെച്ചിരുന്ന പഴമെല്ലാം എടുത്ത് കഴിക്കുകയാണ്. ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആ പഴമൊക്കെ വാങ്ങി. അത് ആൻറ്റി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. കഴിച്ച ശേഷം കരിമ്പിൻ ജ്യൂസ് കണ്ടു. ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ്. അങ്ങനെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് അവിടെ നിർത്തിയപ്പോൾ ഇങ്ങനെ കുഞ്ഞ് തട്ടുകട പോലെയൊക്കെ ഉണ്ട്. അവിടെ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മൊസംബി ലൈവായിട്ട് ഇങ്ങനെ അവർ ജ്യൂസ് വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ജ്യൂസ് അടിച്ച് നമ്മൾ കഴിഞ്ഞ നോർത്തിന് പോയപ്പോഴും വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. മൊസംബിയാണോ ഓറഞ്ചാണോ എന്ന് അറിയത്തില്ല. ഞാൻ നേരെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ആളുടെ പോയിട്ട് 2 കരിമ്പിൻ ജ്യൂസിന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അവിടെ നിന്ന് ഏട്ടൻ കുടിക്കില്ല, ഏട്ടന് കരിമ്പിൻ ജ്യൂസൊന്നും അത്ര ഇഷ്ടമല്ല, ആൻറ്റി മൊസംബി ജ്യൂസും പറഞ്ഞു. അപ്പോൾ ആൻറ്റി കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ കരിമ്പിൻ ജ്യൂസ് പറഞ്ഞത്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ലൂസ് മോഷനൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഈ ജ്യൂസ് ഐറ്റംസ് ലിക്വിഡ് ഐറ്റംസാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി മൊസംബിയും കഴിക്കും കരിമ്പിൻ ജ്യൂസും കഴിക്കും. ആൻറ്റിയെ കരുതിയാണ് കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് നിർത്തിയത്. അങ്ങനെ ആൻറ്റിക്ക് ഒരെണ്ണം പറഞ്ഞു, എനിക്കും പറഞ്ഞു, ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരൻ അതിലേക്ക് ഐസ് ഇടാൻ പോയിട്ടോ. ഞാൻ പറഞ്ഞു ഐസൊന്നും വേണ്ട, പ്യുവറായിട്ട് മതി. എനിക്ക് ഒരിക്കൽ പണി കിട്ടിയിട്ടുണ്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട്. പക്ഷേ അതിൽ ഐസെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഐസ് ആഡ് ചെയ്യാണ്ട് പ്യുവറായിട്ടുള്ള നമ്മുടെ കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ പ്രശ്നം വരത്തില്ല എന്ന്. ഐസും എങ്ങനത്തെയാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടും പണി കിട്ടാം. അങ്ങനെ എൻ്റെ കരിമ്പിൻ ജ്യൂസ് വാങ്ങി ഞാൻ കുടിച്ചിട്ട് ആൻറ്റിക്ക് ഒരു ഗ്ലാസ് കൊടുത്തപ്പോൾ ആൻറ്റി പറഞ്ഞു വേണ്ട, ഞാൻ അവിടെ നിന്ന് മൂസമ്പി കുടിച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു അയ്യോ ആൻറ്റിക്കൂടെ കണക്കാക്കിയിട്ടാണ് വാങ്ങിയത്. അയ്യോ ആണോ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ അവിടെ ബോട്ടിലുണ്ട് കേട്ടോ. 10 രൂപ കൊടുക്കുമ്പോൾ അവരൊരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ പോലത്തെ ഒരു ബോട്ടിൽ തരും. അതിൽ ജ്യൂസ് വാങ്ങാം, കുഴപ്പമില്ല, ഞാൻ പോകുന്ന വഴിക്ക് കുടിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആൻറ്റി പാഴ്സലായിട്ട് വാങ്ങി കേട്ടോ. അതെന്തായാലും നന്നായി. പക്ഷേ ആൻറ്റി കുടിക്കുമെന്ന് എഴുതിയിട്ടാണ് 2 പറഞ്ഞത്. ആൻറ്റി മൊസംബി കുടിച്ചതുകൊണ്ട് അത് വേണ്ടായിരുന്നു. ഞാൻ ആൻറ്റി കുടിക്കുമെന്ന് എഴുതിയിട്ടാണ് ഞാനും ഇറങ്ങിയത്. എനിക്ക് അത്ര താല്പര്യമില്ല ഷുഗർ കെയിൻ ജ്യൂസ്, എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ലതായിരുന്നു. എന്നിട്ട് പോകുമ്പോൾ ഇതുപോലെ വഴിയോര കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. വാട്ടർമെലനും ചിക്കും ഒക്കെ ഉണ്ട്. ഞാൻ 3 കവർ ചിക്കു വാങ്ങി. 3 കവർ 150 രൂപയ്ക്ക് ഞാൻ വാങ്ങിയപ്പോൾ ആൻറ്റി 100 രൂപയ്ക്ക് 3 കവർ വാങ്ങി കേട്ടോ. അതൊരു വലിയ അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വാട്ടർമെലൺ ഉണ്ടായിരുന്നു, പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പേരയ്ക്കും വാട്ടർമെലണൊന്നും വാങ്ങിയില്ല, ചിക്കു മാത്രമേ വാങ്ങിയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ചിക്കു, അങ്ങനെയാണ് വാങ്ങിയത്. ഇതേതോ ഒരു ഫാക്ടറിയാണ്. ഫാക്ടറിയിൽ നിന്ന് എന്തോ നെല്ലോ എന്തോ കുത്തിയിട്ട് ഈ ഉമി എന്തോ ബാക്കി വന്ന് ഇങ്ങനെ ഫാക്ടറി വഴി ഇങ്ങനെ പുറന്തള്ളി ഇട്ടിരിക്കുന്ന സംഭവം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കടയിൽ നിർത്തി. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇന്ന് എനിക്ക് ബിരിയാണി കൂടിയേ പറ്റത്തുള്ളൂ, വാങ്ങി തരണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു വെജ് ഹോട്ടലിൽ കയറി കേട്ടോ. അടുത്തൊന്നും വേറെ നോൺ വെജ് ഹോട്ടലൊന്നും നല്ലത് കണ്ടില്ല. അതുകൊണ്ട് ആദ്യം ഒരു വെജ് ഹോട്ടലിൽ കയറി. അവിടെ കയറിയപ്പോൾ നല്ല ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത നോൺ വെജ് കിട്ടുന്ന അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ നോൺ വെജിൻ്റെ കട ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടില്ല. ഇത് കയറി ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴാണ് വീണ്ടും നോൺ വെജ് കിട്ടുന്ന ഒരു കട എന്നുള്ളത് കണ്ടത്. എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ വെയിലിൻ്റെ ആഘാതം കൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതാണ്. സൺഗ്ലാസും എടുത്തിട്ടില്ല, അപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാട്ടോ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഒന്നും ഉണ്ടായിരുന്നു. നോൺ വെജ് അന്വേഷിച്ച് നടക്കുന്ന എന്നോട് അവിടെ കയറി കഴിക്കാൻ പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് മനസ്സിലായി ഞാൻ ബിരിയാണി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് കാർ എടുത്തതും ഹൈദരാബാദി ഷെഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ, റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ അവിടേക്ക് പോവാണ്. അവിടെ ഹൈദരാബാദ് ഷെഫ്സ് അങ്ങനെയാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് പേര്. അവിടെ വണ്ടികളൊന്നും കണ്ടില്ല. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ തിരക്കുണ്ടായിരുന്നു. എവിടെ നിന്ന് വന്ന ആൾക്കാരാണെന്ന് അറിയില്ല. പുറമേ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആൻറ്റിക്കൊന്നും വേണ്ട, ആൻറ്റി ലിക്വിഡ് ഐറ്റംസ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആൻറ്റി നമ്മുടെ പുറകെ നടക്കും കേട്ടോ, എവിടെ ഇറങ്ങിയാലും കൂടെ വരും. പിന്നെ സ്നാക്സ് ഒക്കെ കുറേ ഇങ്ങനെ വാങ്ങും, ഫ്രൂട്ട്സും ഒക്കെ ആൻറ്റി ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കും കേട്ടോ. അങ്ങനെ ഇവിടെ കയറിയിട്ട് എന്തൊക്കെയുണ്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ബിരിയാണി സ്പെഷ്യൽസ് കുറേ പറഞ്ഞു. ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞു, മട്ടൻ ദം ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, മട്ടൻ ദം ബിരിയാണി, മട്ടൻ ദം ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണി അതാണ് പറഞ്ഞത് കേട്ടോ. ഒറ്റൊരെണ്ണേ പറഞ്ഞുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനും വേദയും കൂടി ഒരു ബിരിയാണി പറഞ്ഞിട്ട് അത് കഴിച്ച് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഹെവി ക്വാണ്ടിറ്റി ആയിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും ഒരെണ്ണം കൂടി ഒരെണ്ണേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആൻറ്റിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റൊരു ഹൈദരാബാദി മട്ടൻ ദം ബിരിയാണി വാങ്ങി. നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര മട്ടൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല ബിരിയാണി ആയിരുന്നു. എനിക്ക് ആ റൈസും ആ മസാലയൊന്നും അത്ര ഇഷ്ടമായില്ല. പക്ഷെ മട്ടൺ കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നേ. റൈസും കൊള്ളാം കേട്ടോ, കൊള്ളില്ലാന്നല്ല. പക്ഷേ എനിക്ക് നമ്മുടെ നല്ല ദം ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. 2-3 പ്രാവശ്യം ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടും എനിക്കിഷ്ടമായിട്ടില്ല. എനിക്ക് എൻ്റെ നമ്മുടെ കോഴിക്കോട് ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണിയൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ടാവാം. പക്ഷേ ഇത് ഓക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണിയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ബിരിയാണി കഴിച്ചു. പിന്നെ ബിരിയാണി കഴിച്ചിട്ടൊരു ലസ്സി ഇല്ലെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു ലസ്സിയുടെ ഞാൻ ഓർഡർ ചെയ്തേ. മുന്നേ ലസ്സിയൊന്നും കുടിക്കത്തേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഭയങ്കര ലസ്സി ഫാനാണ്.
വന്നതാണ്. ഇവിടുത്തെ ലസ്സി കൊള്ളായിരുന്നു കേട്ടോ, നല്ല ലസ്സിയായിരുന്നു. ഒരു ലസ്സിയും ഓർഡർ ചെയ്തു. അങ്ങനെ കുടിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഏട്ടന് ലസ്സി വേണ്ട, ആൻറ്റിക്ക് ലസ്സി വേണ്ട, ആർക്കും വേണ്ട, എനിക്ക് മാത്രം മതി. ഐസ്ക്രീം നോക്കി, ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല. അല്ല, ഐസ്ക്രീം ഉണ്ടായിരുന്നു. ലസ്സി വാങ്ങിയതുകൊണ്ട് പിന്നെ ഐസ്ക്രീം കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായില്ല. 2 ദിവസമായിട്ട് ഐസ്ക്രീം കുടിക്കാനായിട്ട് കൊത്തിയായിട്ട് വയ്യ കേട്ടോ. എന്തായാലും ഇന്ന് ഐസ്ക്രീം കഴിക്കണം. വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ഇറങ്ങുമ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇന്ന് എവിടെയാണെന്ന് അറിയില്ല. ഏട്ടനങ്ങനെ സൂക്കേട് അളവാണേൽ നേരെ ട്രിവാൻഡ്രം വിടും, അല്ലെങ്കിൽ സേലത്തായിരിക്കും സ്റ്റേ. എന്താണെന്ന് അറിയില്ല. പതിയെ പതിയെ നമ്മളിങ്ങനെ പോവുകയാണ്. അധികം ധൃതിയൊന്നും വയ്ക്കുന്നില്ല. എവിടെയാണോ എത്തുന്നത് അവിടേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് നമ്മുടെ ആന്ധ്രയിലാട്ടോ കിയയുടെ ഷോറൂം. എൻ്റെ അമ്മ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് ആണ്. ഞാൻ കുറേ ദൂരം ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ആവുന്നില്ല. കഴിഞ്ഞങ്ങനെ പോയപ്പോഴും ഇത് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഞാൻ കരുതി ഒന്നുകൂടെ വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇതേ നോക്കിയാൽ നീണ്ട് അങ്ങനെ കിടക്കുന്നു. അവസാനം എനിക്ക് കൈ കഴിച്ചിട്ടേ ഞാനതങ്ങ് ഓഫ് ചെയ്ത് വെച്ചേ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം പുറകെ വരുന്നതായിരിക്കും. ഇനി വളരെ കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രയാഗ്രാജ് യാത്ര സീരീസ് എന്ന് പറയുന്നത്. കഴിയാറായിട്ടുണ്ട്. എന്തായാലും കൂടെ കൂടി എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ബാക്കി വിശേഷം പുറകെ വരും. ടാറ്റാ, ബൈ.